നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തളിപ്പറമ്പ് ശ്രീ രാജരാജ ക്ഷേത്രത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ടൗണിനോട് ചേർന്നുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. തളിപ്പറമ്പിൻ്റെ പേര് തന്നെ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. തളികവട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തളികവട്ടത്തിലുള്ള ഒരു സ്ഥലത്ത് ശിവപ്രതിഷ്ഠ നടത്തിയാണ് ഈ പേര് വന്നത് തന്നെ. അതാണ് ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തമ്മിലുള്ള പ്രത്യേകത. അതായത് വെച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിന്റെ നാഥനായിട്ടുള്ള ദേവനാണ്. 108 ശിവാലയങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ശിവക്ഷേത്രം. ശിവക്ഷേത്രമാണെങ്കിലും ശിവരൂപമാണ് പ്രതിഷ്ഠയെങ്കിലും ത്രിമൂർത്തിക്ക് അതീതമായിട്ടുള്ള ശിവരൂപിയായിട്ടുള്ള ദേവനാണ്. വൈഷ്ണവാംശമുള്ള ശിവനാണ്. വ്യാഴ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവക്ഷേത്രമാണെങ്കിലും ഉള്ളിൽ പ്രധാന പുഷ്പം പൂജയ്ക്ക് എടുക്കുന്നത് തണ്ടോടുകൂടിയ തുളസി ഇലയാണ്. പ്രധാന പ്രസാദം ഭസ്മാണ്. കൂവളം ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാറില്ല. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കോടി ദേവന്മാർക്കും അധിപനായിട്ടുള്ള ദേവൻ, ചക്രവർത്തി സ്വരൂപമായിട്ടുള്ള ദേവൻ, സർവ്വലോകങ്ങൾക്കും അധിപനായിട്ടുള്ള ദേവൻ, സർവ്വദേവന്മാരുടെയും രാജാവായിട്ടുള്ള ദേവൻ രാജരാജേശ്വരനാണ് പ്രതിഷ്ഠ. 3 ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ 3ാമത്തെ ശിവലിംഗമാണ് നമ്മൾ കാണുന്നത്. മാന്താതാവ്, മുജുകുന്ദൻ, ശതസോമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ശിവലിംഗം. ക്ഷേത്രത്തിലെ ഉപദേവന്മാരുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവൻ അരവത്ത് ഭൂതനാഥനാണ്. അതിനുശേഷം പാർവതീദേവിയുണ്ട്. പടിഞ്ഞാറേ നടയിൽ മാടായിക്കാവിലമ്മ, അന്നപൂർണേശ്വരി, ദക്ഷിണാമൂർത്തി, പരശുരാമൻ, കാനരങ്ങാട്ടപ്പൻ്റെ സാന്നിധ്യം, തൃശ്ശംബരത്തപ്പൻ്റെ സാന്നിധ്യം, ഗണപതിയുണ്ട്, നാഗങ്ങളുണ്ട്. അങ്ങനെ നിരവധി ദേവന്മാർ തൊഴുതു നിൽക്കുന്ന ഒരു സ്വരൂപം കൂടിയാണ് രാജരാജേശ്വര സ്വരൂപം. ഇതിൽ ഇവിടുത്തെ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:45 നട തുറക്കും. അത് കഴിഞ്ഞ് 6:10 പൂജാരതി തുറക്കും. ആ പൂജാരതി തുറക്കുമ്പോൾ ദേവന് ഒരു തുളസിമാല മാത്രമാണ് ഉണ്ടാവുക. സർവാഭരണ വിഭൂഷണമായിരിക്കും, പക്ഷെ മാല എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു തുളസിമാല മാത്രമാണ് ഉണ്ടാവുക. 6:10 തുറക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉഷപൂജ, അത് പിന്നെ നത്രാവത്ത് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്തീരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നവകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിയോടുകൂടി നടയടക്കും. അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. 5:40 പിന്നെ വിളക്ക് വെച്ച് തുറക്കലാണ്. അത് കഴിഞ്ഞ് അസ്തമയത്തോടുകൂടി ദീപാരാധന. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത്താഴപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അല്ലാതെ പക്ഷം സ്ത്രീകൾക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല. അതുപോലെ തന്നെ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, രാജാവായതുകൊണ്ടാണ്. അത്താഴപൂജയ്ക്ക് ശേഷം അമ്മ ഭഗവാന്റെ കൂടെ ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് ആ സമയത്ത് കയറി നെയ്യമൃതോടുകൂടി കയറി പിന്നെ ഭഗവാനെ കാണാം. പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നിൻകുടം, വെള്ളിക്കുടം, നെയ്യമൃത്, പുഷ്പാഞ്ജലി, സൗമര പുഷ്പാഞ്ജലി, പട്ടംതാലി, പിന്നെ അന്നദാനം, നമസ്കാരം, ഇങ്ങനെ ആണ് വരിക. അതിൽ പക്ഷെ മുഖ്യമായിട്ട് പറയുന്നത് നെയ്യമൃതും പുഷ്പാഞ്ജലി, പട്ടംതാലി, പൊന്നിൻകുടം, വെള്ളിക്കുടം. ഇതാണ് മെയിനായിട്ടുള്ള ഇത് ചെയ്യുക. പിന്നെ നെയ്വിളക്ക് സമർപ്പിക്കും. പിന്നെ ഇതൊക്കെയാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 തന്ത്രിമാർ ഉള്ള ക്ഷേത്രമാണ്. രാജരാജേശ്വരൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടിമരമില്ല. പിന്നെ ഉത്സവങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ 4 ഉത്സവങ്ങളുണ്ട് പ്രധാനമായിട്ട്. ഒന്ന് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഉത്സവം എന്ന് പറയുന്നത് പിന്നെ ശിവരാത്രി ഉത്സവം, അതുപോലെ തന്നെ വിഷു സംക്രമോത്സവമാണ്. പിന്നെ ഉള്ളത് പുത്തരി ഉത്സവമാണ്, പിന്നെ കലശോത്സവമാണ്.
ഈ ഈ പിന്നെ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 ദിവസം മാത്രമാണ് പിന്നെ ശിവലിംഗത്തിൽ അല്ല ക്ഷേത്രത്തിലെ പ്രധാന ബലിബിംബം അല്ല പിന്നെ ശിവന്റെ ബലിബിംബം പുറത്ത് എഴുന്നള്ളിക്കുക. ഈ 4 ദിവസം മാത്രമേ എഴുന്നള്ളിക്കുള്ളൂ, ഉത്സവമായിട്ട് ആന പുറത്ത് എഴുന്നള്ളിക്കുക. അത് പോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിക്കും അതുപോലെ വിഷു സംക്രമത്തിനും തൃച്ചംബരം ഉത്സവത്തിൽ നിന്ന് തൃച്ചംബരം ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവമായിട്ട് രാത്രി 12 മണിക്ക് ശേഷം തളിപ്പറമ്പ് രാരാക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശങ്കരനാരായണ പൂജയുണ്ട്. അതിൽ വിഷുവിന് ശ്രീകൃഷ്ണ രൂപമായിട്ടാണ് തൃച്ചംബരത്ത് വരുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ചൈതന്യത്തോടു കൂടി ആയിട്ടാണ് പിന്നെ ശിവരാത്രിക്ക് വരിക. ഇത് കേട്ടറിവാണ്, അങ്ങനെയാണ് എനിക്ക് അറിഞ്ഞത്. ആദ്യത്തെ കഴിഞ്ഞാൽ ശിവരാത്രിക്ക് വരിക സുബ്രഹ്മണ്യ രൂപമായിട്ടും സുബ്രഹ്മണ്യ ചൈതന്യത്തോട് കൂടിയിട്ടും അത് കൃഷ്ണൻ സുബ്രഹ്മണ്യ സ്വരൂപം എടുത്ത് വരുന്നു എന്നാണ് പറയുക. അത് കുറച്ചുകൂടെ ക്വിക്കായിട്ടാണ് ആള് എത്തിച്ചേരുക എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. ശിവരാത്രിക്ക് വരുമ്പോൾ അതിന് ഒരു കഥ കൂടി ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. പിന്നെ വേറൊരു പ്രത്യേകത ശിവരാത്രിക്ക് വരുന്നത്, ശിവരാത്രിക്ക് ശ്രീകൃഷ്ണ ചൈതന്യമായിട്ടാണ് തന്നെ വരിക. പക്ഷെ പിന്നെ ഇത് നാലമ്പലത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശങ്കരനാരായണ പൂജയായിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് പൂജിക്കുക. കാഞ്ഞിരങ്ങാട്ടപ്പൻ്റെ സാന്നിധ്യം ഞാൻ പറഞ്ഞ കൂടിയുണ്ട്. തൃച്ചംബരത്തപ്പൻ്റെ ചൈതന്യം അതുപോലെ തന്നെ നാലമ്പലത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്ത് ഇപ്പോൾ ആനകളെ തളക്കാറില്ല. കാരണം തൃച്ചംബരത്തെ ശ്രീകൃഷ്ണന് ആനകളെ അത്ര ഇഷ്ടമല്ല, അത്ര ഒരു സ്ഥിതി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ആനകളെ കാണാറില്ല. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ എന്ന് പറഞ്ഞാൽ ഗംഗാദേവിയുടെ നിത്യസാന്നിധ്യം ക്ഷേത്രത്തിലെ ഒരു കുളത്തിലുണ്ട്. അത് ഗംഗാതീർത്ഥം എന്താ പറയുക, അവിടുത്തെ ജലമാണ് ക്ഷേത്രത്തിലെ എല്ലാ പൂജാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ പറയാം. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് വരുന്ന എപ്പിസോഡുകളിൽ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതുമായിട്ട് റിലേറ്റഡ് ആയ കുറേ കഥകളുണ്ട്. ഓരോ ദേവന്മാരുമായിട്ട് ഇവിടെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മാടേക്കാവിലമ്മയുണ്ട്, പിന്നെ അന്നപൂർണേശ്വരി ഉണ്ട്, അരവത്തുഭൂതനാഥനുണ്ട്. അതല്ലാതെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യത്തുനാഥ ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളുമായി ലിങ്ക് ചെയ്തിട്ടുള്ള കഥകൾ, ദേവന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഞാൻ ഇതിലിനി കണക്ട് ചെയ്ത് പറയാം. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ ഇത്രയൊക്കെ ആണെങ്കിലും ഇതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാനുണ്ട്. ഇതിൽ ക്ഷേത്രത്തിൻ്റെ പിന്നെ വലിയ മതിൽക്കെട്ടാണ് ചുറ്റുമുള്ളത്. ആ മതിൽക്കെട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അപാര ഭംഗിയാണ്. അത് ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്. ഇപ്പോൾ വേനൽക്കാലത്ത് കാണുന്ന ഭംഗിയായിരിക്കില്ല മഴക്കാലത്ത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചിറ എന്ന് പറഞ്ഞാൽ വലിയ ചിറയാണ്. അതൊക്കെ പോയി നിങ്ങൾ കാണുക. തളിപ്പറമ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരിക്കും. പിന്നെ ഒരു തവണ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങ് പോയി കാണണം. പിന്നെ നാലമ്പലത്തിനകത്ത് പുരുഷന്മാർ പ്രവേശിക്കുമ്പോൾ മുണ്ട് നിർബന്ധമാണ്. മുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ഷേത്രത്തിന് അടുത്തുനിന്ന് തന്നെ കിട്ടും. അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കൗണ്ടറുണ്ട്. അവിടെ ഒരു 10 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല നാലമ്പലത്തിനകത്ത്. അതും അവിടെ തന്നെ വെക്കാൻ സൗകര്യമുണ്ട്. പരമാവധി മുണ്ട് കൊടുത്തിട്ട് പോകാൻ നോക്കുക. പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരമാവധി സമയം തൊഴുത് അവിടുത്തെ കാര്യങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അതുപോലെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കൊട്ടുംപുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കൊട്ടുംപുറത്ത് പരശുരാമ സാന്നിധ്യം ഉള്ളൊരു സ്ഥലമാണ്. അവിടെ കുട്ടുംപുറത്തിൻ്റെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതാണ്. അത് അവിടെ ഇരുന്ന് എഴുന്നേൽക്കണം എന്നാണ് പറയുക. അത് തൊഴുത് അവസാനം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പരമാവധി ശുദ്ധിയോടുകൂടി പോവുക. കാരണം അവിടെ ശുദ്ധി ഭയങ്കര മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൈയും കാലൊക്കെ നന്നായി വൃത്തിയായി കഴുകി നിയമത്തോടുകൂടി രാരാസനത്തോട് ഇത് പിന്നെ സ്ത്രീകൾ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നെയ്യമൃത് വേണ്ടിവരും. വൈകുന്നേരം
നാലമ്പലത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നെയ്യമൃത് വേണം. അല്ലാത്ത പക്ഷം സ്ത്രീകൾ നാലമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റില്ല നെയ്യമൃത്. അതുകൊണ്ട്